ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു എന്ന് നാം കണ്ടു. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കാതെ പോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപാവസ്ഥ മൂലം ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രൻ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. ഈ രക്ഷ നാം ഓരോരുത്തരും അനുഭവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യണം. നമ്മെ തന്നെ പൂർണ്ണമായും യേശുവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു സമ്പൂർണമായ സമർപ്പണത്തിലൂടെ, പൂർണ്ണമായ ഏറ്റുപറച്ചിലൂടെ യേശുവിന്റെ രക്ഷ നാം ഓരോരുത്തരും സ്വന്തമാക്കി കഴിയുമ്പോൾ അവിടുന്ന് തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകും. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് സ്വീകരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവെ അവിടുന്ന് എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോ നമുക്ക് വാഗ്ദാനമായിട്ട് നൽകിയ നിത്യ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് പ്രശ്നങ്ങളിലും നമുക്ക് അവിടുന്ന് നിത്യ സഹായകനായിട്ട് മാറും. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക്, അതിരുകളില്ലാത്ത സ്നേഹത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാനും നമ്മുടെ ജീവിതത്തില് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അവയിലെല്ലാം നിത്യ സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. യോഹന്നാൻ 14:16 പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന്. ഈശോ നമ്മോട് പറഞ്ഞിട്ട് പോയ കാര്യമാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ. നമ്മുടെ കുടുംബത്തില് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, ജീവിത പങ്കാളി, മാതാപിതാക്കള്, മക്കളെല്ലാവരുമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നത്തില് ഇവർക്ക് ആർക്കും നമ്മെ ചിലപ്പോ സഹായിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നിത്യ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുൻപിലെ ചെങ്കടലാണെങ്കിലും അത് രണ്ടായി പിളർന്ന് നമുക്ക് അക്കരെ എത്തുവാനായിട്ട്, ആ ഒരു ചെങ്കടൽ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് നിത്യ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അവിടുന്ന് മുഖ്യ സഹായകനെന്ന് നാം പലപ്പോഴും അറിയാതെ പോകുമ്പോ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോ അതിനെ തരണം ചെയ്യുവാനും അതിനെ അതിജീവിക്കുവാനും നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, ഈശോ പറയുകയാണ്, സഹായകനാണ്, നിത്യ സഹായകൻ. അവൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഈശോ നമ്മോട് പറഞ്ഞിട്ട് പോയ എല്ലാ കാര്യങ്ങളും നമ്മെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കത്തിലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം, അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാകുന്ന ചൈതന്യം നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് നാം ക്ഷണിക്കുകയാണെങ്കിൽ അവിടുത്തെ നിരന്തരമായ ചൈതന്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ചലിച്ചുകൊണ്ടിരിക്കും. വെളിപാട് 22:17 പറയുന്നു, ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരുക. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. നാം ദൈവത്തെ കൂടുതലായിട്ട് ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പൂർണ്ണമായും നമുക്കുള്ളതെല്ലാം അവന് സമർപ്പിച്ച് അവനെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് അവന്റെ കൂടെ നടക്കുമ്പോൾ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം ജീവന്റെ ജലം സൗജന്യമായി ലഭിക്കുന്നതിന് വേണ്ടി.
സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ കാലത്തെ എന്തൊക്കെ സൗജന്യമായിട്ട് കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സൗജന്യമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടാൽ അതിന്റെ പിന്നാലെ ജനം ഓടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കുമ്പോൾ അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് നമുക്കൊന്നും ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്താണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ അവിടുന്ന് നമ്മെ കാണിച്ചു തരും. അപ്പോസ്തല പ്രവർത്തനം 1:4 പറയുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുവിൻ. കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പെന്തക്കോസ്തായിലെ ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ആത്മാവാം ദൈവം ഇറങ്ങി വന്ന സമയത്ത് അവര് കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആത്മാവ് അവരിൽ വന്നു നിറയുന്നത് പെന്തക്കോസ്ത അനുഭവമാണ്. നമ്മിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് കടന്നു വരികയും യേശുവിന് വേണ്ടി കണ്ണും പൂട്ടി ഇറങ്ങുവാനായിട്ട് സ്വന്തം ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ ആത്മാവ് കൂടിയേ തീരൂ. ആത്മാവില്ലാതെ നമുക്കൊന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നാം ചെയ്യുന്ന കാര്യങ്ങളില് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തനം 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പെന്തക്കോസ്തായില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തില് അവരുടെ മേൽ ഇറങ്ങി വന്നു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജോലി മേഖലകളില് ചിലപ്പോഴൊക്കെ നമ്മളെ ആകെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുമ്പോ, ഒരു സ്റ്റെപ്പ് പോലെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കാതെ പോകുമ്പോ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കാനായിട്ട് സാധിക്കും. ഒന്നും അറിയാതിരുന്ന ശിഷ്യന്മാര് വിവിധ ഭാഷകളോ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി പോലും നല്ല രീതിയിൽ ചെയ്തു പോകാനായിട്ട് പോലും കഴിവില്ലാതിരുന്ന ശിഷ്യന്മാര് അവര് വിവിധ ഭാഷകളിൽ ജെറുസലേമിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ ആത്മാവ് അത്രമേൽ അവരിൽ നിറഞ്ഞിരുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അവര് സംസാരിച്ച ഭാഷയിലല്ല, ഗ്രഹിച്ചവരെ അവരേത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷയിൽ ഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് നൽകിയ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് ശിഷ്യർക്ക് അന്നത് സാധിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും മാമോദീസായിൽ ലഭിച്ച വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിക്കും പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ ലഭിച്ചിട്ടുണ്ട്. മാമോദീസായിലൂടെ ലഭിച്ച ഈ പരിശുദ്ധാത്മാവിനെ നാം കൂടെ കൊണ്ടു നടക്കുകയും അവനെ ഉണർത്തുകയും അവനെ നിത്യസഹായകനാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ കൊണ്ടു നടക്കുമ്പോ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഓരോ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ മേഖലകളിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥകളില് ആത്മാവ് നിരന്തരം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ സന്തോഷത്തില്, നമ്മുടെ സങ്കടത്തില്, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ പരിശുദ്ധാത്മാവ് നമ്മോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആത്മാവിനെ മാമോദീസായിലൂടെ നമുക്ക് പകരപ്പെട്ട് നൽകിയതാണ്. പക്ഷെ നാം ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിരന്തര സാന്നിധ്യം, ചൈതന്യം മനസ്സിലാകാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതം വളരെയധികം ദുഃഖത്തിലേക്കും പ്രശ്നത്തിലൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. 2 കൊറിന്തോസ് 1:22 പറയുന്നു, അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായി തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് അച്ചാരമായിട്ട് ലഭിച്ചതാ പരിശുദ്ധാത്മാവിനെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആത്മാവുണ്ട്. തീക്കനല് ചാരം മൂടിക്കിടക്കുകയാണെങ്കിൽ അതൊരിക്കലും ജ്വലിക്കുകയില്ല.
നമ്മൾ ആ തീക്കനലിലേക്ക് ഊതുമ്പോൾ ആ ചാരമെല്ലാം പറന്നുപോയി കഴിയുമ്പോ ആ തീക്കനൽ പൂർവാധികം ശക്തിയോടെ ജ്വലിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാണ്. നാം അതിനെ ഊതി ജ്വലിപ്പിക്കുന്നില്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോ ആ തീക്കനല് തന്നെ കെട്ടുപോകും. നമ്മുടെ ഹൃദയത്തില് നിരന്തരം നമ്മോട് ചേർന്ന് നടക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ഉണർത്തണം. നമ്മുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും ജ്വലിപ്പിക്കണം. റോമ 8:14 പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തെ ആബാ പിതാവേ അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ. ചങ്ക തുറന്ന് ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് അപ്പ എന്ന് വിളിക്കണമെങ്കിൽ ആത്മാവിനെ കൂടാതെ നമുക്ക് സാധിക്കുകയില്ല. ദൈവാത്മാവിനാൽ നാം എല്ലാവരും നയിക്കപ്പെടുന്നെങ്കിൽ നമ്മ ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. അവിടെ നമുക്ക് ഭയമില്ല, അവിടെ നമുക്ക് അടിമത്തമില്ല. പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ് ഈശോ നമുക്ക് ഈ ഭൂമിയിലേക്ക് വാഗ്ദാനം ചെയ്ത് പിതാവിനാൽ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് അവൻ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് ദൈവം നൽകിയത് എന്ന് 2 തിമോത്തിയോസ് 1:7 പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് നാം ഓരോരുത്തരും കൈക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഭീരുത്വത്തിന്റെ ആവശ്യമില്ല, ഭയത്തിന്റെ ആവശ്യമില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് പ്രശ്നത്തിന്റെ മുൻപിലും നമുക്ക് ശക്തിയും സ്നേഹവും ആത്മനിയന്ത്രണവും അവൻ നമുക്ക് തരും. പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും ചേർത്ത് പിടിക്കണം. റോമ 8:9 പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ ഓരോരുത്തരും വസിക്കുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെതാണ്. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായും നമ്മിൽ ഓരോരുത്തരിലും വസിക്കണമെന്ന് അവിടുന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ കെട്ടുകിടക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും ഉണർത്തണം. അവനെ നിത്യസഹായകനായിട്ട് നാം കൂടെ വിളിക്കണം. നമ്മോട് ചേർത്ത് നിർത്തണം. നമ്മുടെ മക്കള് പഠിക്കുമ്പോഴേ, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴേ, നമ്മുടെ മക്കളൊക്കെ വിദേശത്തായിരിക്കുമ്പോഴേ, മാതാപിതാക്കളുടെ രോഗാവസ്ഥയിലൊക്കെയും നമ്മൾ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കണം. അവിടുന്ന് നിത്യസഹായകനാണ്. ഞാൻ ഒരു കുഞ്ഞു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലെ ഒരു ദിവസം ഒരു അതിഥി വന്നു. ആ വീട്ടിലെ അപ്പനുണ്ട്, അമ്മയുണ്ട്, അവരുടെ ഒരു കുഞ്ഞു മകനുണ്ട്. അപ്പൊ ഈ വന്ന അതിഥി ഈ മാതാപിതാക്കളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് മാതാപിതാക്കളോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെയെന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ മകൻ അകത്തിരുന്ന് പഠിക്കുകയാണ്. അപ്പൊ ഈ വന്ന അതിഥി ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ 2 കസേരകൾ ഇട്ടിട്ടുണ്ട്. ഒരു കസേരയിൽ ആ കുഞ്ഞിരുന്ന് പഠിക്കുന്നു, മറ്റൊരു കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഈ വന്ന ആ കസേരയിലേക്ക് ഇരിക്കാനായിട്ട് പോകുമ്പോഴ് ഈ കുഞ്ഞ് പറയുകയാണ്, അയ്യോ അവിടെ ഇരിക്കല്ലേ, അവിടെ ഞാൻ പരിശുദ്ധാത്മാവിനെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മുടെ എത്ര മക്കൾക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ആത്മാവ് നിത്യസഹായകനാണെന്ന്. അവരുടെ പരീക്ഷകളിലെ, അവരുടെ പ്രശ്നങ്ങളിലെ, അവരുടെ വേദനകളിലെ, അവരുടെ സങ്കടങ്ങളിലൊക്കെയും ആത്മാവ് നിത്യസഹായകനാണ്. അവർക്കൊരു സ്വർഗീയ അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ നൽകിയ പരിശുദ്ധാത്മാവ് അവരുടെ നിത്യസഹായകനാണെന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ ഏതൊരവസ്ഥയിലും ചേർത്ത് നിർത്തണം. നമ്മൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. ഒറ്റയ്ക്കൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോഴേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കൂടെ ഒരു വ്യക്തി യാത്ര ചെയ്യുന്ന ഒരു അനുഭവം നമുക്കപ്പോ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാനൊക്കെ 2 വീലർ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോ പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടും. ഇങ്ങനെ
അപ്പൊ നമ്മുടെ ബാക്കിൽ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇരുന്ന് സഞ്ചരിക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഒരിക്കലും നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ നിയന്ത്രിക്കുന്നത് നമ്മളായിരിക്കില്ല, പരിശുദ്ധാത്മാവാണ് എന്ന വ്യക്തമായ ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരും. നിരന്തരം നമ്മെ കൂട്ടുപിടിക്കുന്ന, നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്റെ ജീവിതത്തില് എനിക്ക് 4 മക്കളുണ്ട്. 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 2.5 മാസം ഞാൻ എന്റെ കുഞ്ഞിനെ കൺസീവ് ആയിരുന്ന സമയത്ത് ചേട്ടനൊരു ആക്സിഡന്റ് സംഭവിച്ചു. 2 വീലറിന് പട്ടി വട്ടം ചാടി, ആളുടെ കാല് 2-3 ഒടിച്ചിലൊടിഞ്ഞ്, കാലിന്റെ കണ്ണിന്റെ അവിടെ പൊട്ടലൊക്കെ സംഭവിച്ച് 6 മാസത്തോളം കാല് പ്ലാസ്റ്റർ ഇട്ട് ബെഡ് റെസ്റ്റിലായിരുന്ന സമയത്ത് ചേട്ടനിങ്ങനെ ആക്സിഡന്റ് പറ്റിയെന്ന് എനിക്ക് കോള് വരുമ്പോ എന്റെ മനസ്സിലെ എന്തോ ഒരു വെട്ടം നിന്നുപോയൊരവസ്ഥയായിരുന്നു. കാരണം എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു ഫോൺ വന്നു, ഇങ്ങനെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ് എന്ന് ചേട്ടൻ തന്നെ സംസാരിച്ചത് കൊണ്ട് ആൾക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു ധാരണ. അപ്പൊ എന്റെ മനസ്സിൽ വന്ന പല ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഞാൻ എന്റെ 4ാമത്തെ കുഞ്ഞിനെ കൺസീവ് ആയിരിക്കുന്ന സമയം, ആരും സഹായിക്കാനില്ലാത്തൊരു സമയം, പ്രത്യേകിച്ച് കൊറോണയുടെ സമയം. ആ ഒരു സമയത്ത് മുൻപിൽ ശരിക്കും ഒരു വെട്ടം നിന്നുപോയ ആ ഒരു സാഹചര്യത്തില് പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് സഹായിച്ചത്, പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളും സന്തോഷപൂർവ്വം ചെയ്തു കൊടുക്കാനായിട്ട് സഹായിച്ചത്. എന്റെ പ്രശ്നങ്ങളിലും എനിക്ക് രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ചേട്ടന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ എന്റെ വേദനകൾ, എന്റെ സാഹചര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് എനിക്ക് സന്തോഷപൂർവ്വം എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്റെ കഴിവല്ല. പരിശുദ്ധാത്മാവിന്റെ നിരന്തര ചൈതന്യം, നിരന്തര സാന്നിധ്യം, പരിശുദ്ധാത്മാവിനോടുള്ള നിരന്തരമായ കൂട്ടിപ്പിടിക്കൽ, ആ ഒരു പരിശുദ്ധാത്മാവ് മാത്രമാണ് ആ ഒരു സമയങ്ങളിൽ നിത്യസഹായകനായിട്ട് കടന്നു വന്നത്. ആ കുഞ്ഞിനെ കൺസീവ് ആയിരുന്ന സമയത്ത് ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് ചേട്ടന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള കാര്യങ്ങള് ആത്മാവ് ക്രമീകരിച്ചു തന്നു. അങ്ങനെ ആ ഒരു സമയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹായത്തെ ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് കുഞ്ഞിന്റെ ഡെലിവറിയുടെ സമയത്താണെങ്കിൽ പോലും ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് പറഞ്ഞതിലും 1 മാസം മുമ്പ് പെയിൻ വന്നു. അപ്പത്തേക്കും ചേട്ടൻ ഒന്ന് റിക്കവർ ആയിരുന്നു. ലാസ്റ്റ് പെയിൻ വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇത്തിരി ലേറ്റായി. അവിടെ ചെന്നപ്പോഴത്തേക്കും വണ്ടിയിൽ വെച്ച് ബ്ലീഡിങ് ആയി. കുഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞപ്പോ കുഞ്ഞ് കരഞ്ഞില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തുകൊണ്ടാണ് കൊച്ചു കരയാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ബ്ലീഡിംഗ് ഒക്കെ ആയില്ലേ, അതിന്റെയാണ്, പ്ലാസന്റയിൽ നിന്ന് കൊച്ചു റിമൂവ് ആയി, അതിന്റെയാണ് കൊച്ചു കരയാത്തത്. കൊച്ചിന് ഓക്സിജൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ അവന് ഹാർട്ട് ബീറ്റ് ഉണ്ട്. അപ്പൊ ഒരു പീഡിയാട്രീഷ്യനായിട്ട് ഒരു സിസ്റ്റർ ആയിരുന്നു. അപ്പൊ ആ സിസ്റ്റർ പരമാവധി പരിശ്രമിച്ചു, പക്ഷെ ഇവൻ ഓക്സിജൻ എടുക്കുന്നില്ല, ഇവന് വെയിറ്റും കുറവായിരുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, നമുക്ക് ഇവനെ വെന്റിലേറ്ററിൽ വെക്കണം, അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ടൊരു നിവൃത്തിയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴ് ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നിന്റെ കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കരുണയുടെ ഈശോ ഇരിക്കുന്നുണ്ട്. ഈശോയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ 9 മാസക്കാലം ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെയാണ് ഞാൻ കടന്നു വന്നത്. ആ സമയത്തൊക്കെയും പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്രയൊക്കെ നീ എനിക്ക് തന്നെങ്കില് ഇനിയും നീ എനിക്ക് തരുമെന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, ആ ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ ഫെസിലിറ്റി ഇല്ല, ഒന്നെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ കൊണ്ടുപോകണം. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാനിനെയും സ്റ്റാഫും എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ പയ്യെ ഒന്ന് മൂളാനായിട്ട് തുടങ്ങി, പയ്യെ ഒന്ന് ഓക്സിജൻ എടുക്കാനായിട്ട് തുടങ്ങി. സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നമുക്കിനി വെന്റിലേറ്ററിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇവൻ പതിയെ ഓക്സിജൻ എടുത്തു തുടങ്ങി, നമുക്ക് നമ്മുടെ NICUലാക്കാം എന്ന് പറഞ്ഞു. 7-8 ദിവസത്തോളം അവൻ NICUലായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും ആത്മാവ് തന്ന ബലം, ആത്മാവ് തന്ന സഹായം,
അതൊന്നുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. വീട്ടിൽ വന്നിട്ടാണെങ്കിലും പ്രോപ്പർ ഫീഡിങ് ഇല്ല, അവന് വെയിറ്റ് ലോസ് ആണ്, ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായ സമയങ്ങള്. ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി 5 ദിവസം കഴിഞ്ഞ് വീണ്ടും പീഡിയാട്രീഷ്യനെ കാണാൻ ചെല്ലുമ്പോ ആ ഡോക്ടറായിട്ടുള്ള സിസ്റ്റർ പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. സിസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ വിശ്വാസത്തിന്റെയും ഫലമായിട്ട് ദൈവം തിരിച്ചെടുത്തുകൊണ്ട് പോയ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു തന്നതാണ് എന്ന്. ഇന്ന് അവന് 2 വയസ്സായി. അവൻ ഈ വീട്ടിലൂടെ ഓടിക്കളിച്ച് നടക്കുന്നു, എല്ലാം സംസാരിക്കുന്നു. അവന് വേറെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. ഏത് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും വേദനകളിലും ഒക്കെ നാം ആത്മാവിനെ കൂട്ടുപിടിക്കുന്നെങ്കിൽ അവിടുന്ന് നമുക്ക് നിത്യസഹായകനായിട്ട് മാറും. ചെങ്കടൽ അനുഭവമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നമുക്ക് ആ ചെങ്കടൽ പിളർന്ന് അക്കരെ എത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കരത്തോട് നമ്മുടെ കരം ചേർത്ത് വെക്കണം. നിരന്തരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മാവിന്റെ വരങ്ങള്, ഫലങ്ങള്, ദാനങ്ങളിൽ നിറയാനായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. CCC 152 വായിച്ചു കടന്നു പോകുമ്പോ നമുക്ക് മനസ്സിലാകും, പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവന് സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകാതെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. അവൻ എന്റെ കർത്താവാണ്, അവൻ എന്റെ അപ്പനാണ് എന്നെനിക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ചെങ്കു തുറന്ന അപ്പ എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവ് എല്ലാ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും പരിശോധിക്കുന്നു. ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും ദൈവത്തിന്റെ ചിന്തകളെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൽ നാം ഓരോരുത്തരും വിശ്വസിക്കണം, അവിടുത്തെ ഏറ്റുപറയണം, അവനെ കൂടെ കൂട്ടണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും ഉണർത്തണം. അതുപോലെ തന്നെയാണ് CCC 683 പറയുന്നത്, യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. യേശു നമ്മുടെ കർത്താവാണ്, അവൻ എന്റെ അപ്പനാണ് എന്ന് നമുക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകണം. 1 തെസ്സലോനിക്ക 5:19 പറയുന്നു, ആത്മാവിനെ നിങ്ങൾ ഒരിക്കലും നിർവീര്യമാക്കരുത്, കെടുത്തിക്കളയരുത്. നമ്മുടെ പരിശുദ്ധാത്മാവിനെ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ വിട്ടുകളയരുത് ഒരിക്കലും. കൂടെ കൂട്ടണം, അവനെ കൂട്ടുപിടിക്കണം. ഏത് പ്രശ്നങ്ങളിലും അവൻ നമുക്ക് പരിഹാരമാണ്. എഫേസോസ് 4:30 പറയുന്നു, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓരോരുത്തരും വേദനിപ്പിക്കരുതെന്ന്. നമ്മളുള്ള ആത്മാവിനെ, നമ്മുടെ കൂടെ എപ്പോഴും ഒരാള് നടക്കുമ്പോൾ നമ്മൾ ആ ആളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ ആൾക്ക് സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാകും. എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്, എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, എന്നോട് എപ്പോഴും സംസാരിക്കുന്നവനാണ്, അവനോട് നമ്മൾ സംസാരിച്ചില്ല, നമ്മൾ അവനെ കൂടെ കൂട്ടിയില്ല, നമ്മുടെ പ്രശ്നങ്ങൾ അവനോട് പങ്കുവെച്ചില്ല എങ്കിൽ അവന് ഓൾറെഡി എന്തായാലും വേദനയുണ്ടാകും. അതുപോലെയാണ് പരിശുദ്ധാത്മാവ്, നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധാത്മാവിന് ഇതൊരു വേദനയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നമ്മെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ഓരോരുത്തരും വേദനിപ്പിക്കരുതെന്ന ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റോമ 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒത്തിരി ആശകളുള്ളവരാ നമ്മള്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോ ഒരുപാട് ആശകൾ നമുക്കുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രത്യാശ ഉണ്ടാകണം നമുക്ക്. നമ്മുടെ ഈ പ്രശ്നത്തിലും അവൻ സഹായകനാണ് എന്ന പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ അവിടുന്ന് ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല.
ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. സഹനങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. സഹനങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാശയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം ആഴമായി അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ സജീവമാകാൻ പശ്ചാത്താപം ഉണ്ടാകണം നമുക്ക് ഓരോരുത്തർക്കും. പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിന് എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് നൽകും. നാം ഓരോരുത്തരും അനുദപിക്കുന്നെങ്കിൽ, പശ്ചാത്താപത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദാനമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു, സമ്പൂർണമായ ഏറ്റുപറച്ചിലൂടെ, പൂർണ്ണമായ അനുതാപത്തിലൂടെ, സമ്പൂർണമായ സമർപ്പണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും. നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ല ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇന്നത്തെ മാതാപിതാക്കൾ വ്യഗ്രത കാണിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്കിൽ അപ്പനായ ഈശോയോട് നമ്മൾ ചോദിക്കണം, സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചു വാങ്ങിക്കണം പരിശുദ്ധാത്മാവിനെ. നമ്മുടെ കൂടെ നിരന്തരം അവൻ ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിത്യസഹായകൻ നമുക്ക് ഓരോരുത്തർക്കും ഈശോ പകർന്നു നൽകും. വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം നാം ഓരോരുത്തരും. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അവിടുന്ന് വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. അവിടുത്തെ സമ്പത്താണ് അവിടുത്തെ ആത്മാവ്. അവിടുത്തെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയപ്പെടുന്നതിന്, നമ്മുടെ കുടുംബത്തിലെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിന്, നാം താമസിക്കുന്ന സ്ഥലങ്ങളില്, നമ്മുടെ കുടുംബത്തിന്റെ 4 അതിരുകളിലൊക്കെയും നമുക്ക് സംരക്ഷണമായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമുക്ക് പ്രവചന പ്രകാരം സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നൽകപ്പെട്ട കൃപാവരമാണ് പരിശുദ്ധാത്മാവെന്ന് 1 തിമോത്തിയോസ് 4:4 പറയുന്നു. 2 തിമോത്തിയോസ് 1:6 പറയുന്നു, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നാം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 19:6 പറയുന്നു, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പ്രവർത്തിച്ചപ്പോഴ് അന്യഭാഷകൾ പോലും സംസാരിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ വട്ടപൂജ്യമായിട്ട് നിൽക്കുന്ന സമയങ്ങളില് പരിശുദ്ധാത്മാവിന് നമ്മിലെ ശക്തമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആഗ്രഹിച്ച് ദാഹിച്ച് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പന്തകുസ്തായിലെ അവസാനത്തെ പന്തകുസ്തായിലെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാ. യോഹന്നാൻ 7:37 പറയുന്നുണ്ട്, തിരുനാളിന്റെ അവസാന ദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയ. ജീവജലത്തിന്റെ അരുവികൾ നമ്മിൽ നിന്നൊഴുകും. നാം ഓരോരുത്തരും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് സ്വീകരിക്കണം. വെളിപാട് 22:17 പറയുന്നു, ഞാൻ നേരത്തെ വായിച്ച് കടന്നുപോയ വചനമാണ്, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സൗജന്യമായിട്ട് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കപ്പെട്ട സൗജന്യ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആത്മാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന്, നമ്മുടെ കുടുംബത്തിലെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിന്,
നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിരന്തര സഹായം പരിശുദ്ധാത്മാവിന്റെ അപേക്ഷിക്കുന്നതിന് വേണ്ടി ഈ സമയങ്ങളില് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ആത്മാവിനെ നാം ഓരോരുത്തരും അനുദിനം ഉണർത്തണം. പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ അടുക്കളയിലെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കുറെ വചനങ്ങൾ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആത്മാവ് നിരന്തരം കൂടെ ഉണ്ടാകണം. ആത്മാവിനെ കൂട്ടുപിടിക്കണം. ആരൊക്കെ നമ്മുടെ സഹായത്തിന് വരുമെന്ന് വിചാരിച്ചാലും അതിനൊക്കെ അപ്പുറമാണ് പരിശുദ്ധാത്മാവെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പരിശുദ്ധാത്മാവിനാൽ നിരന്തരം സഹായിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.